നമസ്കാരം സുഹൃത്തുക്കളെ. കെട്ടിയ പെണ്ണിനെ കൊണ്ട് വെല്ലുവിളിപ്പിച്ചിട്ട് പെറ്റ തള്ളേനെ കൊണ്ട് നിലവിളിപ്പിച്ചിട്ട് ഈ രാജുമോൻ ഏത് കട്ടിന്റെ ചോട്ട് പോയിരുന്നിട്ടാണോ എന്തോ 200 കോടി എന്നൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും താനാ സയ്യിദ് മസൂദിന്റെ ഗത ഇങ്ങനെ കണ്ണീരിൽ കുഴച്ച് കുതിർത്തി പുഴുങ്ങി വെടിയും തീയും പുകയും ഒക്കെ ആയിട്ട് പ്രതികാരമൊക്കെ കൂട്ടിക്കുഴച്ച് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേ ന്യായം വെച്ച് ഈ കുട്ടിക്കാലത്ത് കണ്ട ആ നിഷ്ഠൂരമായ പ്രവൃത്തികൾ കൊണ്ടാണല്ലോ ഈ സയ്യിദ് മസൂദിന് ഈ പ്രതികാര ചിന്തയുണ്ടാവുന്നത്. അതേ ന്യായം വെച്ച് പ്രേക്ഷകര്, നിഷ്പക്ഷരായ പ്രേക്ഷകര് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. പൃഥ്വിരാജെ അല്ല, ഒറ്റുകാരനായ ജയചന്ദ്, അതെന്താണെന്നറിയോ? ഇതേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വന്തം ആൾക്കാർ നിന്ന് കത്തുന്നത് കണ്ട നിങ്ങളുടെ വില്ലനായ ബജറംഗിക്കും എന്തുകൊണ്ട് പകയും പ്രതികാരവും തോന്നിക്കൂടാ, ചെയ്തുകൂടാ എന്നുള്ളൊരു ന്യായം ഇപ്പോൾ അന്തരീക്ഷത്തിൽ ചോദ്യമായി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സിനിമ കൊണ്ടുണ്ടായ ഗുണം ഇതാണ്. ഗോത്ര എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റി, ഗുജറാത്ത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത്തരം ചോദ്യങ്ങളും അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞു. ആരും ഈ നിന്ദ്യമായ കാര്യങ്ങളെ ഒന്നും ഇതുവരെയും ന്യായീകരിച്ചിട്ടേയില്ല, ഇനിയും ന്യായീകരിക്കാൻ വിചാരിക്കുന്നുമില്ല. അതൊക്കെയും നിർഭാഗ്യകരമായ ഹീനമായ സംഭവങ്ങൾ തന്നെ ആയിരുന്നു. എന്തായാലും ആർക്കും വേദനിക്കുന്ന ഒരു കാര്യവും ഒരു സമൂഹത്തിൽ സംഭവിക്കരുത് എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. എന്നാലും ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഗാന്ധിജി പറയുന്നത് പോലെ കൊല്ലാൻ വരുന്നവന്റെ മുമ്പിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തുകൊണ്ട് ഹിന്ദുക്കൾ എത്ര കാലം ജീവിക്കണം എന്നുള്ളതാണ് ഈ ലെഫ്റ്റ് ലിബറലുകളായ മുരളി ഗോപിയും പൃഥ്വിരാജും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഈ സമാധാന മതം സ്വപ്നം കാണുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടല്ലോ, അത് ആ കാര്യം സാധിക്കാൻ വേണ്ടി PFI ക്യാമ്പിലേക്ക് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ മോഹൻലാൽ എന്ന മഹാനടനെ വെച്ചിട്ട് നിങ്ങളുടെ ഈ സിനിമ ചെയ്തത്. അത് സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ വിഭജിക്കപ്പെട്ട് ബാക്കിയുള്ള ഈ ഭാരത മണ്ണിൽ, മതത്തിന്റെ പേരിലാണ് വിഭജിക്കപ്പെട്ടത്, ബാക്കിയുള്ള കഷ്ണമാണ് ഈ മണ്ണ്, അത് മറന്നു പോകരുത്. ആ മണ്ണിലുള്ള സനാതന ധർമ്മത്തിന്റെ വിവിധ സമ്പ്രദായങ്ങൾ, ബൗദ്ധം, ജൈനം, സിഖ്, അങ്ങനെയുള്ള വിവിധ സമ്പ്രദായങ്ങൾ, ബാക്കി മതങ്ങൾ, ഇതിനൊക്കെ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കും, എങ്ങനെ അതിജീവിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് മുരളി ഗോപിയും പൃഥ്വിരാജും കൂടെ മോഹൻലാലും പറയണം. ഒരു രാഷ്ട്രവാദിയായിരുന്ന ഭരത് ഗോപിയുടെ മകനാണ് മുരളി ഗോപി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ മുരളി ഗോപി തലയിൽ പേറി നടക്കുന്ന ഒരു ലിബറൽ സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, അതിന് ഈ ഇസ്ലാമിക രാഷ്ട്രത്തിൽ സ്ഥാനമുണ്ടോ എന്ന് ഈ മുരളി ഗോപി ഒന്ന് മറുപടി പറയണം. സ്പിരിച്വാലിറ്റി, ആത്മീയത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഈ ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്തായിത്തീരും എന്നുള്ളത് മുരളി ഗോപി പറയണം. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രവാദിയായ ഭരത് ഗോപിയായിരുന്നു ഈ മുരളി ഗോപിയുടെ അച്ഛൻ. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനോട് വളരെ പേഴ്സണലായി സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഈ ഹൈന്ദവ സമൂഹത്തിനെ പറ്റിയുള്ള ആശങ്കകളായിരുന്നു അതൊക്കെയും. പക്ഷേ ഏതൊക്കെയോ ഈ സംഘടനകളുടെ ഫണ്ടിങ്ങിൽ പെട്ട് സ്വന്തം സുഖഭോഗങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ലൂസിഫറിന് ആത്മാവ് വിറ്റുപോയ ഒരാൾക്ക് എന്ത് രാഷ്ട്രദേവത, എന്ത് കുലദേവത? ഇപ്പൊ നോക്കൂ, ഒരു നാണം കെട്ടവൻ പെറ്റ തള്ളയെ ഈശ്വരനെ പിടിച്ച് ആണയിട്ട് കരയാൻ വേണ്ടി ചാനലുകൾ തോറും പറഞ്ഞയക്കുകയാണ്. നാണം കെട്ട ഒരുത്തൻ. ആ അമ്മ പോയിട്ട് ഓരോ സ്ഥലത്തും എൻ്റെ മോൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയുന്നു. ഇത് ഖാണ്ഡവ വനദാഹം കഴിഞ്ഞിട്ട് വളരെ അധ്വാനിച്ച് പാണ്ഡവര് ഒരു രാജ്യമുണ്ടാക്കി, വളരെ സമൃദ്ധമായ ഒരു രാജ്യമുണ്ടാക്കി രാജസൂയ നടത്തുന്നത് കണ്ടിട്ട് അസൂയമൂത്ത ദുര്യോധനൻ എന്തൊക്കെയോ വേണ്ടാധീനങ്ങൾ കാട്ടാൻ ഇറങ്ങിത്തിരിക്കുമ്പോ അന്നും ഗാന്ധാരി എന്താ ചെയ്തത്? അമ്മ ഒരു കറുത്ത തുണിയെടുത്ത് കണ്ണ് കെട്ടി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് യഥോ ധർമ്മസ്തോ ജയ എന്ന് പറഞ്ഞാൽ മതിയോ? ഈശ്വര ധർമ്മം ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ ഈശ്വരൻ ധർമ്മത്തെ ജയിപ്പിക്കും. അതിപ്പോ ഈ ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, ദ്വന്ദ്വ യുദ്ധം ചെയ്യുമ്പോൾ ഇല ഇങ്ങനെ കീറി കാണിച്ചു കൊടുക്കും പുറത്തു നിന്നിട്ട്. അല്ലെങ്കിൽ
കർണന്റെ രഥചക്രം തേരിന്റെ ചക്രം മണ്ണിൽ താഴുമ്പോൾ അടിച്ചു കൊല്ലടാന്ന് പറയും. ഇതൊക്കെ ഈശ്വരൻ ചെയ്യും എന്ന് തന്നെ കൂട്ടിക്കൊള്ളും. അതിന് ഒരു പിണറായി വിജയനും ഭരണത്തിൽ വന്നിട്ടൊന്നും കാര്യമില്ല. രാജുവിൻ്റെ അമ്മേ, മോനെ വാര്യം കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഈ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. അതായിരുന്നു രാജ്യസ്നേഹവും ഈശ്വര വിശ്വാസമൊക്കെ ഉള്ള ഒരു അമ്മ ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും മോനും മോൻ്റെ കൂട്ടുകാരും ഈ മുരളി ഗോപിയും എല്ലാം കൂടെ ഈ ആഗോള തീവ്രവാദത്തിന് വെള്ള പൂശാനുള്ള സിനിമ, ബോംബ് സിനിമയാണ് ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലായി കഴിഞ്ഞു. ഇതൊരു കലയല്ല, ഒരു കലാപ ആഹ്വാനമാണ് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സമാധാനമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ സ്പേസ് ഉള്ള ഒരു സാംസ്കാരിക തനിമയുള്ള രാഷ്ട്രം വരണം എന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ ജനത ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സാംസ്കാരിക തനിമയെ അട്ടിമറിക്കാനോ നശിപ്പിക്കാനോ ആര് നോക്കിയാലും എന്ത് ബലി കൊടുത്തും അതിനെ അതിജീവിക്കാനും പ്രതിരോധിക്കാനും ശ്രമിക്കുകയും ചെയ്യും. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ. Kerala has received 1.57 lakh crores in 2014 to 24, the current reference period, which is an increase of 239% over the UPA period. How much did they receive during 2004 to 14, sir? 46,300 crores. What are they receiving now? 1.57 lakh crores. Kerala is being differentiated, discriminated. Please, we follow what the recommendation of the Finance Commission is, and that is what is going to you all. And that is not lesser than what you received earlier. Grants and aid surged by 509% percentages. What did they receive in 2004 to 14? 25,630 crores. What are they receiving during 14 to 24? 1.56 lakh crores. Sir, over and above this, what the Finance Commission did not suggest, and I entirely give the credit to Honorable Prime Minister, that post-COVID, because states also will have to revive their economies faster, he made it a point to say, please give a special assistance of capital expenditure for states. 50 years interest-free. Kerala received 2,715 crores. That was not even mentioned by the Finance Commission. But here we go. We made sure that Kerala also receives and doesn't suffer. So Kerala has never been, and I like to say this with a sense of responsibility, has never been supported better than this government, the way in which Prime Minister Modi has supported it. In terms of actual numbers, in terms of actual projects. And I'm not naming the project. There was a project, sir, where highway has been extended from one destination to a point, and from the other destination to this point, but midway there was it the Kollam Junction or something, which was waiting for 40 years. It was Prime Minister Modi who completed that little bit. 40 years they sat with it. Different central governments. They didn't do it at that time. State government also took initiative. Of course, it's your land. You will have to take initiative. But you didn't do it till before Prime Minister Modi came.